ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ടിപ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ള കിടിലൻ ടിപ്സും ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ഉരച്ചൊന്നും കഴുകാതെ നമ്മുടെ വെറും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള കിടിലൻ ടിപ്സും ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയങ്ങളായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഊതുബത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ചില ഊതുബത്തികളൊക്കെ നമ്മൾ ആ ഒരു സ്മെല്ല് വരുമ്പോഴേക്കും അത് കത്തിത്തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് വാസ്ലിനാണ്. വാസ്ലിൻ ഇതുപോലെ കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ ഏതാണോ ഊതുബത്തി എടുക്കുന്നത് ആ ഊതുബത്തിയിലോട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. ആ ഊതുബത്തിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ പുരട്ടി കൊടുക്കാനായിട്ട്. ഇൻ കേസ് ഊതുബത്തിക്ക് പകരം നിങ്ങൾ ഇതുപോലുള്ള ധൂം സ്റ്റിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലോട്ടും ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ വാസ്ലിൻ തേച്ച് കൊടുത്തതിന് ശേഷം കത്തിക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്ന് കത്തിത്തീരാതെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിത് ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെരുപ്പിൻ്റെ ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഒട്ടിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ചെരുപ്പിൻ്റെ ഒരു സൈഡ് മൊത്തമായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടും തന്നെ ഇടാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതുപോലെ പൊട്ടിയ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാണ്ട് നമുക്ക് കിടിലനായിട്ട് ഒട്ടിച്ചെടുക്കാം. പിന്നീട് ഒട്ടും പൊട്ടിപ്പോകാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ ചെയ്യുക, സാധാരണ നമ്മൾ ചെയ്യുന്നത് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്ന ടൈമിൽ 1-2 യൂസിന് ശേഷം അത് പഴയപടിയാവും. അപ്പോൾ ഇത് ഒട്ടും തന്നെ പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സൂപ്പർ ഗ്ലൂ തന്നെയാണ്. സൂപ്പർ ഗ്ലൂവിൻ്റെ കൂടെ നമുക്ക് ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യണം. ഇതുപോലൊരു തെർമോക്കോൾ പീസാണ് വേണ്ടത്. ഇത് ചെരുപ്പ് എടുത്തതിന് ശേഷം ആ ഒരു പൊട്ടിയ ഭാഗത്തോട്ട് ഞാൻ ഇതുപോലെ സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു പൊട്ടിയ ഭാഗത്ത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളെടുത്ത് തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും നൈഫോ മറ്റോ എടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിങ്ങനെ അതിലോട്ട് അലിഞ്ഞ് ചേരും കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു തെർമോക്കോള് അതിനകത്ത് നിന്ന് ഉരുകി പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇത് ആദ്യം വെച്ച് കൊടുത്ത് തെർമോക്കോൾ പീസൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഞാൻ ഒരു പീസ് കൂടി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നൈഫ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു തെർമോക്കോൾ അലിയുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ രണ്ടാമത് വെച്ച് കൊടുത്ത് തെർമോക്കോൾ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചെരുപ്പിൻ്റെ ബാക്കി ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു 1-2 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് പിടിച്ചു കൊടുക്കുക. ഇനി ഇതൊന്നുകൂടി ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ക്ലിപ്പ്, നമ്മുടെ ഡ്രസ്സൊക്കെ ഉണക്കാനിടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഗ്ലൂ ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ എത്ര യൂസ് ചെയ്താലും പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല. ഇത് അതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തതാണ്. ഇതെൻ്റെ ഫോൺ സ്റ്റാൻഡാണ്. ഫോൺ സ്റ്റാൻഡിൽ ഈ ഒരു ഭാഗം നന്നായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എത്ര പിടിച്ചു പിടിച്ചിട്ടും അത് ഇളകിപ്പോരുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പൊട്ടിയ എന്ത് സാധനം ആയിക്കോട്ടെ, എത്ര പൊട്ടിയ ഭാഗങ്ങളായിക്കോട്ടെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പെട്ടെന്നൊന്നും ഇളകിപ്പോകത്തില്ല. അതുപോലെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗം കൂടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒട്ടിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇത് പൊട്ടിയിട്ടൊരു മാസത്തോളം ആയിട്ടുള്ളൂ. ഞാൻ ആദ്യം കാണിച്ചത് പൊട്ടിയിട്ട് ഒരു 5-8 മാസത്തോളമായി. എന്നിട്ടും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ സൂപ്പർ ഗ്ലൂ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. കുറച്ച് കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ അത് തന്നെ ഇളകിപ്പോരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൃത്തികേടാകുന്നത് എന്നാൽ വൃത്തിയോടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്താലും ആ ഒരു ടോയ്ലറ്റിൽ നിന്നുള്ള ബാഡ് സ്മെല്ല് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ബ്രഷൊന്നും യൂസ് ചെയ്യാതെ ഉരച്ചൊന്നും കഴുകാതെ നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെറിയൊരു കുപ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടി വലുപ്പമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ.
പിന്നെ നമുക്ക് വേണ്ടത് സോപ്പാണ്. നമുക്ക് ഉപയോഗിച്ച് തീരാറായ സോപ്പ് മാത്രം മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് തീരാറായ സോപ്പൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സോപ്പൊക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഈ ഒരു സോപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ഓവർ ചെറുതാക്കരുത് കേട്ടോ. ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ സോപ്പ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോപ്പ് ഈ ഒരു കുപ്പിക്കുള്ളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ സോപ്പാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കംഫർട്ടറൊക്കെ പോലുള്ള ഫാബ്രിക് കണ്ടീഷണറാണ്. നല്ലൊരു സ്മെല്ലുള്ള ടൈപ്പ് കണ്ടീഷണറാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷണർ ഈ ഒരു കുപ്പിക്കുള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കണ്ടീഷണർ 1-2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ടോയ്ലറ്റിലേക്കുള്ള ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചെറുനാരങ്ങയാണ്. ഞാൻ ഇതുപോലുള്ള ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലത് തന്നെ വേണമെന്നില്ല, നമുക്ക് ചീത്തയായത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ ചെറുനാരങ്ങയുടെ തൊലി ഞാൻ ഇതുപോലെ ഒന്ന് ചീകി എടുക്കുകയാണ്. ഇതുപോലെ ഒരു പീലർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറുനാരങ്ങയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ പീൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചെറുനാരങ്ങത്തൊലി കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ചെറുനാരങ്ങത്തൊലി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചെറുനാരങ്ങത്തൊലി കൂടി ചേരുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റിൽ ആ ഒരു സ്മെല്ല് ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ലെമണിൻ്റെ തന്നെ പകുതി ഭാഗത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഒരു പകുതി ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി, അതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. ഇനി ഈ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാനൊരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുപ്പിയുടെ 1/4 ഭാഗത്തോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുപ്പിയുടെ അടപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കുപ്പിയുടെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലോട്ട് ഈ ഒരു കുപ്പി ഇറക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കുപ്പി ഇറക്കി വെച്ച് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഹോളിൽ കൂടി നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ പുറത്തേക്ക് വരികയും പിന്നെ ആ ഒരു ടാങ്കിലെ വെള്ളമായിട്ട് ചേരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ യൂസിന് ശേഷം ഫ്ലഷ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സൊല്യൂഷനോടുകൂടിയുള്ള വെള്ളമാണ് നമ്മുടെ ടോയ്ലറ്റിനുള്ളിലോട്ട് വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റ് ഓരോ യൂസിന് ശേഷം നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളും. പിന്നെ അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുന്ന ടൈമിൽ നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളും. ഇൻ കേസ് നമ്മുടെ ഒരാഴ്ച ക്ലീൻ ചെയ്തതിലേക്കുള്ളിൽ നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. മാത്രമല്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് വെക്കുന്ന ടൈമിൽ നമ്മുടെ ടോയ്ലറ്റിൽ ഉണ്ടാകുന്ന കറയൊക്കെ പോകാനും ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഫ്ലഷ് ടാങ്കിലിട്ട് ഇട്ടോളൂ. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.